കേരളപ്പിറവി ദിനത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് നിയമസഭയിൽ ഇക്കാര്യം സൂചിപ്പിച്ച മുഖ്യമന്ത്രിയോട് ഇത് തട്ടിപ്പാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സർക്കാർ ഇല്ലാതാക്കിയ അതീവ ദരിദ്രർ ആരാണ്? സംസ്ഥാനത്ത് ഇനിയും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്ന അദൃശ്യരായ അതീവ ദരിദ്രരുണ്ട്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി CPM വക്താവ് SK സജീഷ്, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് എന്നിവർ. ആദ്യം മേരി ജോർജ്, ഈ പ്രഖ്യാപനത്തിൻ്റെ വസ്തുത എന്താണ് എന്നന്വേഷിച്ച് സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തയച്ച പൊതുപ്രവർത്തകരിൽ, സാമ്പത്തിക വിദഗ്ധരിൽ അങ്ങയുടെ പേരും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ഈ പ്രഖ്യാപനം ഒരു തട്ടിപ്പാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഞാനും അതിൽ ഒപ്പിട്ടിട്ട് ഉണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം എനിക്ക് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ കണക്ക് കള്ളക്കണക്കാണെന്നും ഇത് ഒരു ഇലക്ഷൻ ജിമ്മിക്സ് ആണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒപ്പിട്ടത്. അപ്പോൾ അതിലേക്ക് എന്നെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ ഒരു പട്ടിക ഇവർ കണ്ടെത്തുന്നത്? അതിദരിദ്രരെ, അതായത് 2021 ഇതിനുള്ള ഇത് തുടങ്ങുന്നത്. അതായത് ഈ അതിദരിദ്രരെ ഇല്ലാതെയാക്കി അതിദരിദ്ര രഹിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന തീരുമാനം എടുക്കും. ആ തീരുമാനത്തിൻ്റെ പുറകിൽ തന്നെ ഒരു അജണ്ടയുണ്ടായിരുന്നു. അത് കേരള ഗവൺമെൻറ്റിൻ്റെ അജണ്ട ആയിരുന്നില്ല. അതായത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞ് UN 21ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന 17 ലക്ഷ്യങ്ങൾ. ആ 17 ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് പോവർട്ടി ഇറാഡിക്കേഷൻ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതുപോലെ അപ്പോൾ അതിനോട് ചേർന്ന് ദാരിദ്ര്യം ഇല്ലാതെയാക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭക്ഷണം, വസ്ത്രം, അതുപോലെ വീട്, ജോലി, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ 2025 ആയത് കാരണം കേന്ദ്ര ഗവൺമെൻറ് ഓൾ ഇന്ത്യ തലത്തിൽ പഠനം നടത്താൻ നീതി ആയോഗ് തീരുമാനിക്കുന്നു. അങ്ങനെ നടത്തിയ പഠനത്തിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയത് 0.71% കേരളത്തിൽ അതിദരിദ്രർ ഉള്ളൂ എന്നായിരുന്നു. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടിട്ടാണ് ഈ സംസ്ഥാന പിണറായി വിജയൻ ഗവൺമെൻറ് 2021 ഇങ്ങനെ ഈ അതിദരിദ്രരെ ഇല്ലാതെയാക്കി അതിദരിദ്ര മുക്ത കേരളം എന്ന ഒരാശയം മുന്നോട്ട് വയ്ക്കാനായിട്ട് ഒരു പ്രഖ്യാപനം എടുക്കാനായിട്ട് തീരുമാനിച്ചത്. അതിനുവേണ്ടി എന്ത് ചെയ്തു, എങ്ങനെയാണ് അതിൻ്റെ പദ്ധതി നടപ്പാക്കിയത്? അവർ പറയുന്ന LDFൻ്റെ വക്താക്കളൊക്കെ വളരെ വലിയ ന്യായവാദങ്ങളുമായിട്ടാണ് വരുന്നത്. പക്ഷേ ന്യായവാദങ്ങളുമായിട്ട് വരുമ്പോൾ നാം കാണുന്നത് എന്താണ്? ഉദാഹരണത്തിന് ഇവിടുത്തെ ആദിവാസികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ആദിവാസികളുടെ വക്താവ് ഗോത്ര മഹാസഭയുടെ തലപ്പത്തിരിക്കുന്ന ഗീതാനന്ദൻ പറയുന്നത് എന്താണ്? ഗീതാനന്ദൻ പറയുന്നു, വയനാട് ജില്ലയിലെ ആദിവാസികളെയോ കേരളത്തിലെ ആദിവാസികളെ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. കാരണം ആദിവാസി എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 ലക്ഷത്തോളം വരുന്ന പോപ്പുലേഷനാണ് ആദിവാസികളുടെ. ഈ 5 ലക്ഷത്തോളം വരുന്ന പോപ്പുലേഷൻ്റെ ഊരുകളിൽ ഇപ്പം നമ്മൾ അവർക്ക് ഉന്നതി എന്ന് പേരിട്ടിട്ടുണ്ട് ഊരിന്. പക്ഷേ അവ ഇപ്പോഴും ഊരുകളായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ രാഹിത്യവും ഒക്കെ ആയിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, രോഗവുമായിട്ടും ഒക്കെ. അപ്പോൾ ഇവരെ കണ്ടെത്താൻ വേണ്ടി ഇവരുടെ ഊരുകളിലൊന്നും സർവേ നടത്തിയിട്ടില്ല എന്നാണ് ഗോത്ര മഹാസഭയുടെ നായകനായ ഈ ആള് പറയുന്നത്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദിവാസികൾ കേരളത്തിലുള്ളത് വയനാട് ജില്ലയിലാണ്. അത് മീഡിയ വണ്ണിന് നന്നായിട്ട് അറിയാം. ആ വയനാട് ജില്ലയിലെ, അതായത് വയനാട് ജില്ലയുടെ പോപ്പുലേഷൻ്റെ 33% ആദിവാസികളാണ്. കേരളത്തിലെ ആദിവാസികളിൽ 42% വയനാട് ജില്ലയിലാണ്. അവിടെ നിന്ന് മിസ്റ്റർ മണികണ്ഠൻ, ഒരു ആദിവാസി ശ്രേഷ്ഠൻ, അദ്ദേഹം വിദ്യാസമ്പന്നനും ഇങ്ങനെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി, ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയിൽ തന്നെ പറഞ്ഞത് എത്രയാണ് അവരുടെ ഒറ്റ ഊരിലും ഇങ്ങനെ ഒരു സർവേ നടത്തിയതായിട്ട് അറിഞ്ഞുകൂടാ. മിനിങ്ങാന്ന് ഒരു കിറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഊരിൽ ചെന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട ഒരു കഥയുണ്ട്. തിരുനെല്ലി,
അത് വടക്കേ വയനാട്ടിലെ ഒരു ആദിവാസി പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ഒരു പുണ്യ സ്ഥലവും കൂടിയാണ്. ആ തിരുനെല്ലിയിൽ തന്നെ അതായത് ഒരു ട്രൈബൽ സ്കൂള്, ആ ട്രൈബൽ സ്കൂളിൽ 127 പെൺകുട്ടികൾ 3 മുറികളിലായിട്ട് താമസിക്കുന്നു. ട്രൈബൽ സ്കൂളിലെ പെൺകുട്ടികൾ 127 പേര് 3 മുറികളിലായിട്ട് താമസിക്കുന്നു. ഒറ്റ ശൗചാലയം പങ്കിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് തരം ക്ഷേമ പ്രവർത്തനമാണ് അവിടെ നടന്നത്. എങ്ങനെയാണ് അവരെ കേരളത്തിലെ പട്ടികവർഗക്കാർ, ആദിവാസികൾ, അവർ അതിദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ തെളിയിക്കേണ്ട കാര്യം പോലുമില്ല. ഇത് ഒരു തെളിയിക്കപ്പെട്ട വസ്തുതയാണ്, ആളുകളുടെ മുമ്പിലുള്ളൊരു കാര്യമാണ്. നോക്കൂ, ഇപ്പോൾ സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതീവ ദരിദ്രരെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ളൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആദിവാസികളെ മാത്രമായി അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. പൊതുവെ അത്തരക്കാർ ഈ ജനറൽ സംവരണേതര സമുദായങ്ങളിലും ആദിവാസിയേതര സമുദായങ്ങളിലുള്ളവരെ കണ്ടെത്തി ടോട്ടൽ ഒരു പൂൾ ഉണ്ടാക്കി ആ പ്രൊജക്റ്റ് നടപ്പാക്കുന്നു. ഒരുപക്ഷെ ആ പ്രൊജക്റ്റ് നടപ്പാക്കുമ്പോൾ കുറേ അധികം പേര് വിട്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും വാദിക്കുന്നില്ല. ഇനിയും അദൃശ്യരുണ്ട്, ഇനി മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആദിവാസികൾക്കിടയിലേക്ക് മാത്രമായിട്ടുള്ളൊരു പദ്ധതിയായി പ്രഖ്യാപിക്കാതെ പോയതാണോ ഇതിൻ്റെ പാളിച്ച? അല്ല, തീർച്ചയായിട്ടും അല്ല. അതായത് ആദിവാസികളുടെ ഇടയിൽ പോലും അതിദരിദ്രരെ കണ്ടെത്താത്ത ഒരു പഠനം, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടേണ്ട ഒരു മേഖല നാം ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ദരിദ്രരായവരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അതിനുള്ള ശ്രമം നടത്താതെ എന്തോ ശ്രമങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് എല്ലാവരെയും ഇന്നലെ ഇതേ വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഈ പട്ടികജാതി വർഗ വികസന വകുപ്പിൻ്റെ ഉപദേശക സമിതി അംഗമായ ഡോക്ടർ വിനീത വിജയൻ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് അവർക്ക് ആ കണക്ക് അറിയാം, അവരെ കണക്ക് കണ്ടിട്ടുണ്ട്. മൊത്തം ഗുണഭോക്താക്കളിലെ 25% പട്ടിക വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നാണ്. പക്ഷേ പട്ടികജാതിയിൽപ്പെട്ട 5% പേരെ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. പട്ടികജാതിയിൽപ്പെട്ട 5% പേർ. ആകെ 60,006 പേരെ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ ഇത്രയും ശതമാനം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷേ പട്ടികജാതിയിൽ നിന്ന് 5% പേർ മാത്രമേ ഈ പഠനത്തിൽ വന്നിട്ടുള്ളൂ. അതാണ് അപര്യാപ്തം. അപ്പോൾ ഡോക്ടർ വിനീത വിജയൻ പറയുന്ന 25%-ത്തിൽ 20% ആദിവാസികളായിക്കൂടെ? ബാക്കി 20% പട്ടികവർഗക്കാരായിക്കൂടെ? ഇല്ല, പട്ടികവർഗക്കാർ അത്രയും വന്നിട്ടില്ല. പട്ടികവർഗക്കാർ 5% വന്നിട്ടുള്ളൂ എന്ന് അവരുടെ വക്താക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് പത്രങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ മേരി ജോർജ് എന്താണ് കരുതുന്നത്? സർക്കാരിന് എളുപ്പത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പാകത്തിന്, അവരുടെ ലോജിസ്റ്റിക്സ് എളുപ്പമാകാൻ പാകത്തിന്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ പറഞ്ഞാൽ, അവർക്ക് കൂടുതൽ സർക്കാരിന് പ്ലീസിംഗ് ആവുന്ന ഒരു നിലപാടിലേക്ക് എത്താൻ വേണ്ടി പൊതുവെ ഒരു സർവേ നടത്തി. അതിൽ ആദിവാസികൾക്കും പട്ടികവർഗ വിഭാഗങ്ങൾക്കും കൂടുതൽ മുൻഗണന കൊടുത്താൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം സർക്കാരിന് മുന്നണിക്ക് ഉണ്ടാവില്ല എന്ന് കരുതി അവർക്ക് അവരുടെ സൗകര്യപ്രദമായ ഒരു പൂൾ ഉണ്ടാക്കി. അങ്ങനെയാണോ കരുതുന്നത്? അത് തന്നെയാണ് കൃത്യമായിട്ട് കണ്ടെത്താവുന്നത് നമുക്ക്. അതായത് അവരുടെ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ഒരു സർവേ നടത്തിക്കുന്നു എന്ന, അതായത് വലിയ സർവേ ആണെന്നാണ് പറഞ്ഞത്, ഇമാജിനേറ്റീവ് സർവേ എന്നൊക്കെയാണ് അവരുടെ പ്ലാനിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ സംസാരത്തിൽ പറയുന്നത്. പക്ഷേ ആ സർവേയിൽ കണ്ടെത്തേണ്ടവരെ കണ്ടെത്തിയില്ല. അപ്പോൾ അവർ ഏത് തരത്തിലുള്ള സർവേയാണ് നടത്തിയത്? അതാണ് നമ്മളെ അത്ഭുതം കൊള്ളിക്കുന്നത്. അതും ഈ ഇലക്ഷൻ ഡിക്ലയർ ചെയ്യാൻ പോകുമ്പോൾ അതായത് ഒരു കാര്യം ഓർക്കണം, ഈ ഫെബ്രുവരി 2-ാം തീയതി നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസ് ഗവായ് അടുക്കൽ ഒരു കേസിൻ്റെ, അതായത് ഫ്രീ ബീസ്, ഇലക്ഷൻ എടുക്കാറാകുമ്പോൾ ഫ്രീ ബീസ് വാഗ്ദാനം ചെയ്യുന്ന രീതി, ആ രീതി ഡെമോക്രസിയുടെ വേരറുക്കുന്നതും അങ്ങേയറ്റം കുറ്റകരവുമാണ് എന്ന് ഗവായിയെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണെന്നറിയാമോ? അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് ബീഹാറിലെ വനിതകൾക്ക് 10,000 രൂപ പെർ ഹെഡ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ അതിനെതിരായിട്ട് കോടതിയിൽ സമീപിച്ചപ്പോഴാണ് കോടതി ഗവായി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിനെതിരെ നിയമം ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ തൽക്കാലം സാധ്യമല്ല, പക്ഷേ ഇത് തെറ്റാണെന്ന് മാത്രവുമല്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രീ ബീസ് കിട്ടാൻ തുടങ്ങിയാൽ
തൊഴിൽ ചെയ്യാൻ വൈമുഖ്യം കാണിക്കും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. മേരി ജോർജ്, ഇത് തൊഴിൽ പോലും ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. അങ്ങനെയുള്ള സർക്കാർ വിശദീകരിക്കുന്ന പ്രകാരം അങ്ങനെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവരാണ് ഇതിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അതെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെ കണ്ടെത്തുമ്പോൾ യഥാർത്ഥത്തിൽ തൊഴിൽ ചെയ്യാൻ പറ്റാത്തവരെ, ജീവിതത്തിന് മാർഗമില്ലാത്തവരെ കണ്ടെത്തുമ്പോൾ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉൾപ്പെടുത്തണ്ടേ? അവരെ മുൻഗണന മാറിപ്പോയോ? സർക്കാരിന്റെ മുൻഗണന മാറിപ്പോയോ എന്നുള്ളതാണ് മേരി ജോർജ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ വരാങ്ങയിലേക്ക്. എസ് കെ സജീഷ്, ഇപ്പോൾ ഇതിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചത് ഏത് മാനദണ്ഡ പ്രകാരമാണ്? ഇതൊരു ക്വസ്റ്റ്യൻ റെലവൻ്റ് ആണ്. കാരണം അതൊരു UN ഒരു മാനദണ്ഡമുണ്ട്. UN മാനദണ്ഡം പ്രതി ദിവസം 180 രൂപ വരുമാനമില്ലാത്ത ഒരാൾ അതീവ ദരിദ്രനായി കാണുമെന്നുള്ളതാണ് UN മാനദണ്ഡം. ഏതാണ്ട് അതിന് സമാനമാണ് നീതി ആയോഗിൻ്റെ മാനദണ്ഡം. ഇവിടെ സർക്കാർ അതിദരിദ്രരെ കണ്ടെത്താൻ ഉപയോഗിച്ച മാനദണ്ഡം എന്താണ്? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്നൊക്കെ പറയുമ്പോഴും അതിൽ എക്സ്ട്രീം പോവർട്ടി നേരിടുന്നവരെ കണ്ടെത്താൻ സർക്കാരിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആരോപണം ഉയരുമായിരുന്നു. അതായത് സർക്കാരിൻ്റെ മുൻഗണന മാറിപ്പോയോ? ഏറ്റവും ദരിദ്രരായവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം അതൊരു ഈവനായി സംസ്ഥാനം മുഴുവൻ വിതരണം ചെയ്തൊരു പ്രത്യേകമായ പൂൾ ഉണ്ടാക്കിയതല്ലേ ഇപ്പോൾ ഈ വിമർശനത്തിന് കാരണം? ശ്രീ അജിൻസ്, ഒരു കാര്യം ഇവിടെ ശ്രീമതി മേരി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചു. അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ അവർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അവർ ഒരു വലതുപക്ഷ മുതലാളിത്ത പക്ഷപാതിയായി നിൽക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധയാണ്. അവർക്ക് ആ രീതിയിൽ മുതലാളിത്തത്തിൻ്റെ അളവുകോൽ വെച്ച് മാത്രമേ കാര്യങ്ങളെ കാണാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞൊരു വാചകത്തിൽ തന്നെയുണ്ട്, സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകിയാൽ അവർ തൊഴിലെടുക്കാത്തവരായി മാറും, അവർ ജോലിക്ക് പോവില്ല. അപ്പോൾ ജോലി ആർക്ക് വേണ്ടിയാണ് പോകുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. മുതലാളിക്ക് വേണ്ടി ജോലിക്ക് പോവില്ല, അപ്പോൾ മുതലാളി പ്രയാസത്തിലാകും. ഈ ജോലിക്ക് പോകുന്ന ആളുകളെ ചൂഷണം ചെയ്തിട്ടാണ് മുതലാളിമാർ വളരുന്നതെന്നും അങ്ങനെയാണ് അദാനിയും അംബാനിയും കോർപ്പറേറ്റുകളും വളരുന്നതെന്നും അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്നത്. അതിൻ്റെ ബദൽ നയം സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷം. അതാണ് ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ, പരിമിതിയിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെയാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്, ക്ഷേമാനുകൂല്യങ്ങൾ ഉണ്ടാകുന്നത്. ക്ഷേമാനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമായി വന്നതല്ല. സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ ഭാഗമായി അവിടെ ജനങ്ങൾക്ക് പൊതു ആരോഗ്യം, വിദ്യാഭ്യാസം ഇതെല്ലാം പൊതുമേഖലയിൽ വരുന്നു. തൊഴിലെടുക്കാനുള്ള സാഹചര്യം, വരുമാനം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പെൻഷനുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ മുതലാളിത്ത രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ക്ഷേമകാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ തങ്ങൾ അട്ടിമറിക്കപ്പെടും എന്നതിൽ നിന്നാണ് ലോകത്ത് ക്ഷേമകാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ സംസാരത്തിൽ തന്നെ ഉള്ളടക്കം വ്യക്തമാണ്. ഇതൊന്നും ചെയ്യരുത്, തൊഴിലെടുക്കാതെയായി പോകും. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അശരണരായ ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങ് നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒരു ഇടതുപക്ഷ ലക്ഷ്യം. പണം എല്ലാവർക്കുമായി പരമാവധി നൽകുക എന്നത്. ഇവിടെ അത് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം, അത് ഈ ചർച്ചയിൽ പറയണമെന്നതുകൊണ്ട് മാത്രം. അവർ UDF ഗവൺമെൻറ് കാലത്ത് പ്ലാനിംഗ് കമ്മീഷനൊക്കെയുള്ള ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ എളുപ്പം ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇപ്പം ഇവർ പറയുന്നത് എലക്ഷൻ സ്റ്റണ്ട് എന്നുള്ള നിലക്കാണ്. എലക്ഷനും ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവുമായിട്ട് എന്താ ബന്ധം? അത് പറയാം മേരി ജോർജ്, അതൊന്ന് പൂർത്തിയായിക്കോട്ടെ. അല്ല, പറഞ്ഞോളൂ മാഡം. ഞാനിപ്പോ എന്റെ കാര്യം പറഞ്ഞോട്ടെ, എന്നിട്ട് താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാമല്ലോ. അതായത് മിസ്റ്റർ സജീഷ്, ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ അല്ല, മറുപടി പറയാം. പറയുന്നു, താങ്കളോടുള്ള ബഹുമാനം വെച്ച് പറയുന്നു, എൻ്റെ അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അതിൻ്റെ ഇടയിൽ ഇടപെടരുത്. ഇത്തരം വിഷയങ്ങളാവുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയാൽ പോലും അത് തെറ്റിദ്ധാരണയും ചിലപ്പോൾ മറ്റ് രീതിയിലേക്കും വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവധാനതയോടുകൂടി മാത്രമേ മറ്റ് വിവാദ വിഷയങ്ങൾ പറയുന്ന പോലെ ഇതിൽ പറയാനാവില്ല. അപ്പോൾ ഇത് ഇലക്ഷന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമാണ് എന്നൊക്കെ പറയുമ്പോൾ 2021 മുതൽ ഈ ബുദ്ധിജീവികളെല്ലാം ഉറങ്ങുകയായിരുന്നോ എന്ന ഒരു ചോദ്യം നമ്മൾ തിരിച്ചങ്ങ് ചോദിക്കേണ്ടി വരും. 2021 മന്ത്രിസഭ അധികാരമേറ്റ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഇവിടെ നീതി ആയോഗിൻ്റെതുൾപ്പെടെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൻ്റെ അതിദാരിദ്ര്യം 0.71%. 1% പോലുമില്ല.
അത് നമുക്ക് ഈ അതിദാരിദ്ര്യത്തെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം. അങ്ങനെ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു 2021 തന്നെ. അതായത് 2025 ആകുമ്പോഴേക്ക് ഞങ്ങളൊരു ടാർഗറ്റ് നിശ്ചയിക്കുകയാണ്. 2025 നവംബർ 1 അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കും. ഞങ്ങളൊക്കെ മാസങ്ങൾ മുമ്പ് ഇത് സംസാരിക്കുകയും ഡിബേറ്റുകളിൽ പോലും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ബുദ്ധിജീവികൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നവംബർ 1 ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോയി. അതിനുശേഷം 4 ലക്ഷം പേർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമസഭകളിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ ചെയർമാനായിട്ട് ഇതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കേരളത്തിലെ 1032 വരുന്ന ഈ തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിനകത്ത് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ളവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, അതായത് ഈ അതിദരിദ്രരെ കണ്ടത് വാർഡ് തലത്തിലും അത്തരത്തിലുള്ള കമ്മിറ്റി, ഗ്രാമസഭകളിൽ ഈ തയ്യാറാക്കപ്പെട്ട ഈ ലിസ്റ്റുകൾ പരിശോധിക്കുകയും ആളുകളുടെ പേര് കൂട്ടിച്ചേർക്കുകയും കുറയ്ക്കുകയും എല്ലാം മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുകയും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ 64,006 പേര് 6 കുടുംബങ്ങളെ എന്ത് ചെയ്യുന്നത് ഈ ലിസ്റ്റിനകത്ത് വരുത്തുന്നതും അവരുടെ ഈ പറഞ്ഞ അതിദാരിദ്ര്യത്തിന്റെ പ്രവർത്തനങ്ങൾ 64,000 പേരാണോ കേരളത്തിലെ ആകെയുള്ള അതീവ ദരിദ്രർ എന്നാണ് ഈ ചോദ്യങ്ങളുടെയും വിമർശനങ്ങളുടെയും ആകത്തുക. അവർ മാത്രമാണോ എന്നുള്ളതാണ്. അത് ഞാൻ പറയുമ്പോൾ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിദരിദ്രരും ദരിദ്രരും ദാരിദ്ര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ അതിദരിദ്രർ എന്ന സാഹചര്യം അതാണ് നമ്മളിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതാണ് ചൈനയിൽ പോലും അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനിയും മോചിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നിതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേരളത്തിലുള്ള അതീവ ദരിദ്രരുടെ എണ്ണം അത് വർഷങ്ങൾക്ക് മുമ്പാണ് 0.72 മറ്റോ ആണ്. 0.72 എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരും, 5 ലക്ഷത്തോളം പേര് വരും. ഈ 5 ലക്ഷം പേരിൽ നിങ്ങൾ 64,000 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്ത് മാനദണ്ഡ പ്രകാരമാണ്? അതല്ല നിങ്ങൾക്ക് വേറെ മാനദണ്ഡമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ ഇടപെടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതായത് നേരത്തെ ശ്രീമതി മേരി ജോർജിന് കൊടുത്ത പോലെയുള്ള ഒരു സമയം എനിക്ക് തന്നാൽ എനിക്കും ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമായിരുന്നു താങ്കൾ ഇടപെടാതെ. ഒന്ന്, നിലവിൽ അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം പരിശോധിച്ചുകൊണ്ട് ആ അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ്. ആ മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്ന ആളുകളെ കണ്ടെത്തുകയും ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഗ്രാമസഭകളിൽ പരിശോധന നടത്തുകയും അതിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കപ്പെടലുകളും ഉണ്ടായിട്ടാണ് അവസാനം 64,006 പേരെ ഈ മാനദണ്ഡത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അവർ ആ മാനദണ്ഡത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ആ മാനദണ്ഡത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരിക, അതിദാരിദ്ര്യത്തിൽ മോചിപ്പിക്കുക എന്ന പ്രവർത്തനത്തിനാണ്. പല കാര്യങ്ങളും ക്ഷമിക്കണം. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ പറഞ്ഞ നിതി ആയോഗിന്റെ പട്ടികയിൽ വരുന്ന 0.72% നിന്ന് നിങ്ങൾ അതിലും എക്സ്ട്രീം പോവർട്ടി ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കുകയായിരുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയായിരുന്നു എന്റെ ചോദ്യം. അതായത് എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്ന നിതി ആയോഗിന്റെ മാനദണ്ഡ പ്രകാരമുള്ള അതീവ ദരിദ്രരിൽ നിന്ന് നിങ്ങൾ അതിൽ ഏറ്റവും മോശം ദാരിദ്ര്യം നേരിടുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യായിരുന്നോ? നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. ഞാൻ പറയാൻ താങ്കൾ അനുവദിക്കുന്നില്ലല്ലോ. ഞാനതിന്റെ മാനദണ്ഡം ഉൾപ്പെടെ പറയുന്നേ. അപ്പുറത്ത് അജിൻസ് ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു നീതി ചർച്ചയിൽ ലഭിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയും, ഞാനത് പറഞ്ഞു തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ പരിശോധിച്ചു. ഇപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ അതിതീവ്രമായി അതിദാരിദ്ര്യത്തിൻ്റെ കാണുന്നത് സ്ഥിരമായ ഭക്ഷണം ലഭ്യമല്ലാതിരിക്കുക, ദാരിദ്ര്യം കാരണം പട്ടിണിയിലേക്ക് നയിക്കപ്പെടുന്നവർ. അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ബൗദ്ധിക മാനസികമായ വെല്ലുവിളികൾ അല്ലെങ്കിൽ 80%-ലധികം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ പരിപാലിക്കേണ്ടി വരുന്നത് മൂലം മറ്റ് വരുമാന മാർഗം പൂർണ്ണമായും ഒരു കുടുംബത്തിന് ഇല്ലാതാവുക. തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ തൊഴിൽ ശേഷിയുള്ളവർ ഇല്ലാതാവുകയും ആസ്തിയിൽ നിന്നോ നിക്ഷേപത്തിൽ നിന്നോ വരുമാനം ഇല്ലാതായി മാറുന്ന ഒരു കുടുംബം. അതുപോലെ തന്നെ വാസസ്ഥലം, അപകടവും ദുസ്സഹമായ സാഹചര്യങ്ങളിൽ റോഡ് സൈഡുകൾ, കടൽത്തിണ്ണകൾ എന്നീ പൊതു ഇടങ്ങളിൽ താമസിക്കുന്ന ആ രീതിയിലുള്ള ആളുകൾ, ഇത്തരത്തിലെല്ലാമുള്ള വിവിധങ്ങളായ രീതിയിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ. അതോടൊപ്പം തന്നെ അതിദരിദ്രർ എന്നുള്ള വീടും സ്ഥലവും ഇല്ലാതെ തെരുവിൽ അലയുന്ന ഒരു കുടുംബം,
റേഷൻ കാർഡോ മറ്റ് രേഖകളോ ഇല്ലാതെ ഭക്ഷ്യധാന്യം ലഭ്യമാകാതെ തൊഴിൽ എടുക്കാൻ ശേഷിയില്ലാത്ത കുടുംബത്തിലെ കിടപ്പ് രോഗിയെ പരിപാലിക്കുന്നത് മൂലം തൊഴിൽ ശേഷിയുള്ള അവശേഷിക്കുന്ന ഒരാൾക്ക് പോലും തൊഴിൽ ചെയ്യാൻ കഴിയാതെ വരുന്ന കുടുംബം, വയോജനങ്ങൾ മാത്രമുള്ള ആർക്കും തൊഴിലെടുക്കാൻ പറ്റാത്ത ദരിദ്ര കുടുംബം, ഇത്തരം കാര്യങ്ങളാണ് അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം. ഈ മാനദണ്ഡങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതിന് ഞാൻ പറയട്ടെ, അജൻസെ പറയട്ടെ, അങ്ങനെ പറഞ്ഞു പോലെ, അതായത് അവർ അസ്വസ്ഥമായിട്ട് കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇത് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രോസസ്സുകളെല്ലാം നടത്തി എന്ത് ചെയ്യാണ്, അതിൻ്റെ ഭാഗമായി ഈ മൈക്രോ പ്ലാൻ നടപ്പിലാക്കി ഓരോ കുടുംബത്തിനും എന്താണ് ആവശ്യമെന്ന് മൈക്രോ പ്ലാൻ നടപ്പിലാക്കി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചു. 2023 നവംബർ 1 47% പൂർത്തിയായ ഈ നേട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റേറ്റ്മെന്റായി വന്നതാണ്, പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. എന്റെ ചോദ്യം ഇതാണ് സജീഷ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അങ്ങ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയ പട്ടികയിൽ, ആ പട്ടികയ്ക്ക് പുറത്ത് ഇതിലും മോശം ദാരിദ്ര്യം നേരിടുന്ന ആളുകളുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അത്തരം ആളുകളെ പൂർണ്ണമായും അത്തരം ആളുകളുടെ പോവർട്ടി റാഡിക്കേറ്റ് ചെയ്തോ? ഇതാണ് ചോദ്യം. അജിൻസ, ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ പറ്റിയാൽ മാത്രമാണ് അത്. താങ്കൾക്ക് സംശയമാണെങ്കിൽ ശരി, ഇനി താങ്കളുടെ സാധാരണഗതിയിലുള്ള രീതിയാണെങ്കിൽ ഓക്കെ, മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഓരോ ഘട്ടങ്ങളിലായി ചെയ്തു. 2023 അതിൻ്റെ 47% വിജയം കണ്ടു ഈ പറഞ്ഞ ഈ മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡങ്ങൾ പരിഹരിക്കുന്നതിൽ പിന്നെ 2023 24 എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ ഇതിന്റെ പ്രോഗ്രസ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം അങ്ങ് പറഞ്ഞില്ലേ ഇതുവരെ? ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത്. അനുഭവിക്കുന്നവർ ഈ പട്ടികയ്ക്ക് പുറത്തേക്ക് എന്നാണ് ചോദ്യം. ചോദ്യം അതെ, എക്സ്ട്രീം പോവർട്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രതിസന്ധി വരുന്ന ഒരു രേഖ പോലും ഇല്ലാത്ത ആളുകളായി തെരുവിൽ അലയുന്നതും, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു വീട്ടിൽ നല്ല സൗകര്യമൊക്കെയുള്ള വീടായിരിക്കും, പക്ഷേ ആ വീട്ടിൽ 2 പേരുണ്ട്, ആ 2 പേർക്കും തൊഴിലെടുക്കാൻ കഴിയാതെ അവശരായി നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. അവിടെ അതിദാരിദ്ര്യമുണ്ട്. ആ അതിദാരിദ്ര്യത്തെ പരിഹരിക്കും. ഇപ്പോൾ ഒരാൾക്ക് വീട്ടിൽ മാരകമായ ഒരു രോഗമുണ്ട്, ആ രോഗത്തിൻ്റെ ഭാഗമായി അയാളെ ശുശ്രൂഷിച്ചുകൊണ്ട് മറ്റൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ആൾക്ക് പോലും പോകാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഓരോന്നും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി 7 അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ കുടുംബത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് അടിസ്ഥാന രേഖ അതിവേഗം നൽകിക്കൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, റേഷൻ കാർഡുകൾ, ആധാർ കാർഡ്, തൊഴിൽ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ആളുകൾക്ക് ഉറപ്പുവരുത്തി. രേഖയില്ലാത്ത ആളുകൾക്ക് രേഖ, 3 നേരം ആഹാരം കഴിക്കാൻ ശേഷിയില്ലാത്ത 20,648 കുടുംബങ്ങൾക്ക് ഇപ്പോഴും ഭക്ഷണം കൃത്യമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ സേവനം, മരുന്ന്, പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ സജീഷ് അത് പറഞ്ഞതാണ്. സജീഷ് അത് പറഞ്ഞത് തന്നെയാണ്, ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം, അയാൾക്ക് തൊഴിലെടുക്കാനുള്ള ശേഷി, അയാൾ നേരിടുന്ന രോഗാവസ്ഥ, ഇത് മാത്രമല്ല ഈ പട്ടികയിൽ ഉൾപ്പെടാനുള്ള മാനദണ്ഡം എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ അജിംസെ, ആരോഗ്യം, അതുപോലെ തന്നെ ഭക്ഷണം, അതുപോലെ തന്നെ തൊഴിൽ, ഇങ്ങനെ ഓരോ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ആ മാനദണ്ഡത്തിൽ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും വേർതിരിച്ചുകൊണ്ട് അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡത്തിൽ വരുന്ന ആളുകൾ, അവർക്ക് ഓരോരുത്തരും അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡത്തിൽ വന്നാൽ അവർക്ക് ഏതെല്ലാം മേഖലയിലാണ് അവരെ കൈപിടിച്ചു ഉയർത്തേണ്ടത്. 1000 കോടി രൂപ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ ആരും തള്ളി പറയുന്നതല്ല. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ഈ അതീവ ദരിദ്രരുടെ പട്ടികയിൽ നിങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്ന പട്ടികയിൽ ഇനി പുറത്ത് ഇനിയും ആളുകൾ നിൽക്കുന്നുണ്ടോ എന്നൊറ്റ ചോദ്യമാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അജിൻസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ ചർച്ചയിൽ താങ്കളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മാത്രം വന്ന ആളാണോ? ശരി, അത് നിങ്ങൾ പറഞ്ഞ കേരളത്തിലെ ജനങ്ങളും ഈ കേരളത്തെ സ്നേഹിക്കുന്നവരും പറയട്ടെ. അറിയാലേ, താങ്കളെ പോലെയുള്ള ആളുകൾ വൈകുന്നേരം ഈ പദ്ധതിയെ തകർക്കാൻ വേണ്ടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഈ സംസ്ഥാനം ഇല്ലാതാക്കിയ അതീവ ദരിദ്രരുടെ പട്ടിക, ആ പട്ടികയ്ക്ക് പുറത്ത് ഇനിയും ആളുകളുണ്ടോ എന്ന ചോദ്യമാണ്. സിമ്പിൾ ആണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല.
ഞാൻ ആ ചോദ്യത്തിന് സിമ്പിൾ എസ് ഓർ നോ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് താങ്കൾ ചോദിച്ചത്. പക്ഷേ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള എനിക്കൊരു കാര്യം അറിയാം. ഞാൻ ആ ഉത്തരം പറയുന്നതോടുകൂടി എന്റെ അവസരം ഈ ചർച്ചയിൽ നഷ്ടപ്പെടും. നമുക്ക് പറയാം ധാരാളം സമയം നൽകിയിട്ട് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. 16 മിനിറ്റായി അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, അതായത് ഇപ്പോൾ ഈ ലിസ്റ്റ് വന്നപ്പോൾ ഇനി അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വിട്ടുപോയിട്ടുണ്ടോ എന്നാണ് താങ്കളുടെ ചോദ്യം. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ സർവേ നടക്കുന്ന സമയത്ത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലെന്താ തർക്കം? അതായത് നീതി ആയോഗ് പറയുന്ന 0.72% പേർ, അതിൽ കേവലം 60,000-ഓളം പേർ മാത്രമേ ഈ പട്ടികയിൽപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ഏതാണ്ട് 4.5 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും പുറത്താണ്. അല്ല, അതിനേക്കാൾ കൂടുതലാണ്. നീതി ആയോഗിന്റെ 0.7-നേക്കാൾ കൂടുതൽ ആളുകൾ ഈ പട്ടികയിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു കാര്യം പറയാം, താങ്കളൊക്കെ കേരള ജനസംഖ്യയിലെ 3.5 കോടി ആളുകളിൽ 0.72% 4.8 ലക്ഷം ആളുകൾ വരും. അതിൽ കൂടുതൽ എങ്ങനെയാ? 60,000 കൂടുതൽ, 4.8 ലക്ഷം കൂടുതൽ. ഈ അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീതി ആയോഗ് പറയുന്ന മാനദണ്ഡമാണ്. നീതി ആയോഗിന്റെ മാനദണ്ഡ പ്രകാരം തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി, അതിൽ എക്സ്ട്രീം പോവർട്ടി ഉള്ള ആളുകളുടെ ശതമാന കണക്ക് നീതി ആയോഗ് പറയുന്നത് 0.72%. അതിൽ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് നമ്മളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് കേരളവുമാണ്. അത് നീതി ആയോഗ് പറയുന്നുണ്ട്. 2022-23 കണക്ക് പ്രകാരം 0.48 ആയിരുന്നു. 1,64,640 പേരാണ് ദാരിദ്ര്യക്ക് താഴെയായിട്ട് നീതി ആയോഗ് ചൂണ്ടിക്കാണിച്ചത്. ദാരിദ്ര്യക്ക് താഴെയല്ല, BPL കാർഡ് ഉടമകളുടെ കാര്യമല്ല പറയുന്നത്, എക്സ്ട്രീം പോവർട്ടിയാണ്. എക്സ്ട്രീം പോവർട്ടി, അതിദരിദ്രർ. അതെ, അതിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. 2025 ഏതാണ്ട് ആകുമ്പോൾ 1,72,800 പേർ അതിൽ വരും. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് ആ മാനദണ്ഡത്തിനകത്ത് ഉൾപ്പെടുന്ന, അതായത് അതിദാരിദ്ര്യമെന്ന് പറഞ്ഞ ഭക്ഷണം, അതുപോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, ഒരു വീട് പോലും, ഒരു തലചായ്ക്കാൻ ഒരു ഇടം പോലും. സജീഷ് പറയുന്നത് വ്യക്തമാണ്. ആ പട്ടികയിൽ നിന്ന് മോശം ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ തെരഞ്ഞെടുത്താണ് പറയുന്നത്. അത് സിമ്പിൾ ആയിട്ട് പറയാം സജീഷ്. അതായത് കാര്യം പറയട്ടെ, സജീഷ് 1.5 ലക്ഷം പേരിൽ നിന്ന് ഏറ്റവും മോശം ആൾക്കാരെയാണോ, ഏറ്റവും മോശം ജീവിത നിലവാരമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുകയായിരുന്നോ? ഇതാണ് ചോദ്യം. അങ്ങനെ ഒരു ലിസ്റ്റിന്റെ അകത്ത് നിന്ന് തെരഞ്ഞെടുത്തതല്ല സുഹൃത്തെ. അതായത് നമ്മളൊരു മാനദണ്ഡം തയ്യാറാക്കി. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ താങ്കൾ എടുത്തോളൂ, എനിക്ക് പ്രശ്നമില്ല, ഞാനിങ്ങ് പോയിക്കോളാം. മീഡിയ വണ്ണിൽ ഒരു ചർച്ചയിൽ പറയാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതായി പോവില്ല. ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് അങ്ങേ ഒഫൻഡ് ആക്കുന്ന ഒരു കാര്യം ചോദിച്ചിട്ടില്ല. പക്ഷെ പറയാൻ എന്റെ ചോദ്യങ്ങളിൽ അങ്ങേ ഒഫൻഡ് ആക്കുന്നൊന്നുമില്ല. ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. 16 മിനിറ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല. 16 മിനിറ്റായിട്ട് ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ കോടതിയിൽ ചോദിക്കുന്ന പോലെ ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് താങ്കളുടെ അധിക സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് എങ്കിലും തന്നാൽ മതി. 1 മിനിറ്റ് സംസാരിച്ചു തരൂ. 1 മിനിറ്റ് ഞാൻ 16 മിനിറ്റായിട്ട് ഉത്തരം പറഞ്ഞ അവസാനിച്ചു. 1 മിനിറ്റ് എന്നിട്ട് താങ്കൾ എനിക്ക് 16 മിനിറ്റായിട്ട് പറയാനായിട്ട് അനുവദിച്ചിട്ടുമില്ല. പറയുന്ന കാര്യങ്ങൾ താങ്കൾ ഞാൻ തീരുന്നതിന് മുമ്പ് വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അതാണ് പ്രശ്നം. ഒരു തുള്ളി വെള്ളം തരാത്ത സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ താങ്കൾ. പറയട്ടെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞാൻ നേരത്തെ മാനദണ്ഡം വായിച്ചല്ലോ. ആ മാനദണ്ഡ പ്രകാരമുള്ള മനുഷ്യരെ കണ്ടെത്താനാണ് ഈ പറഞ്ഞ 4 ലക്ഷത്തോളം ആളുകളുടെ ഒരു വലിയ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. കിലയിൽ തുടങ്ങി വാർഡിൽ അവസാനിക്കുന്ന രീതിയിൽ വിവിധ രീതിയിലുള്ള പ്രോസസ്സുകൾ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവസാനം നമ്മുടെ ഗ്രാമസഭകളിൽ നിന്ന് ഇത് പരിശോധിച്ച് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടവർ ഉൾപ്പെടുത്താത്തവർ എന്നെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. ഇവിടെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ പോലും ഉണ്ട്. ആ പഞ്ചായത്തുകൾ പോലും ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിതീവ്രമായ ദാരിദ്ര്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ഇടത്തും പൂർത്തീകരിച്ചാണ് ഈ മാനദണ്ഡത്തിലേക്ക് എത്തിയത്. അവിടെ നമ്മൾ കാണേണ്ടത് എന്താണോ ആവശ്യം അത് പറയാനാണ് താങ്കൾ അനുവദിക്കാതിരുന്നത്. ഞാൻ വേഗത്തിലെങ്കിലും വീട് വേണ്ടവർക്ക് വീട്, അതുപോലെ തന്നെ ഈ പട്ടികയിൽ വന്നവർക്ക് വീട് വേണ്ടവർക്ക് വീടും ഭൂമിയും വേണ്ടവർക്ക് അത്,
ഇതിനു വേണ്ടി 28 ഏക്കർ ഭൂമി കണ്ടെത്തി. അതുപോലെ തന്നെ സുമനസ്സായ മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 2 ഏക്കറിലധികം ഭൂമി ഈ പദ്ധതിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. സ്വയം വരുമാനം കണ്ടെത്താൻ 4394 കുടുംബങ്ങൾക്ക് ഉപജീവനത്തിനുള്ള വരുമാന മാർഗത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു. 3822 പേർക്ക് പരിശീലനം നൽകി. 35,041 പേർക്ക് കുടുംബങ്ങളെ തൊഴിൽ കാർഡ് ഇല്ലാത്തവരെ തൊഴിൽ കാർഡിൽ ഉൾപ്പെടുത്തി അവരെ തൊഴിലുറപ്പിന്റെ ഭാഗമാക്കി. അതുപോലെ തന്നെ പലർക്കും ജീവന പദ്ധതികൾ 5132 റേഷൻ കാർഡ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠന സൗകര്യം, യാത്രാ സൗകര്യം, സ്കോളർഷിപ്പ്, ഷെൽട്ടർ വേണ്ടവർക്ക് ഷെൽട്ടർ. ആകെ ചെലവഴിച്ചത് 20 മിനിറ്റ് ആണ്. ഇത് മാത്രം വിശദീകരിക്കാൻ 20 മിനിറ്റ് എടുത്തു. ഇനി അങ്ങേലേക്ക് ഞാൻ വരാം അടുത്ത ഘട്ടത്തിൽ. നിജേഷ് അരവിന്ദ് 20 മിനിറ്റ് സംസാരിച്ചു. അത്ര സമയമെല്ലാം കൊടുക്കാൻ സമയമില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ സജീഷ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, എന്റെ സജീഷ് മതി, 20 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു, മതി. അത് വിശദീകരിച്ചു കഴിഞ്ഞു, നമുക്കെല്ലാം മനസ്സിലായി നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്, അതിന് മാനദണ്ഡം. നാളെ ഒറ്റ ചോദ്യത്തിന് മറുപടി പറയത്തുള്ളൂ. നിജേഷ് അരവിന്ദ്, UDF കൂടി ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമസഭകളാണ്. ആ ഗ്രാമസഭകൾ ചർച്ച ചെയ്താണ് ഈ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. അപ്പോഴൊന്നും UDF-നില്ലാത്ത പ്രശ്നം ഈ പട്ടികയിൽപ്പെട്ടവർ ദാരിദ്ര്യമുക്തരായി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സജീഷ് ചോദിക്കാൻ ചോദ്യം ന്യായമാണ്. അജിൻസെ, നമ്മളൊരു ഓട്ട മത്സരം നടത്തുകയാണെന്ന് കരുതുക. 100 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ ആളുകൾ കാത്തിരിക്കും ആരാണ് 1ാം സ്ഥാനത്ത് എത്തുക എന്നറിയാൻ വേണ്ടി. ഇന്ന് കേരളത്തിലെ പ്രഖ്യാപനത്തിൽ ലോകത്ത് 2ാമതും കേരളത്തിൽ 1ാമതുമായി അതിദാരിദ്ര്യ വിമുക്തമായ സംസ്ഥാനമായി കേരളം മാറി എന്നാണ്. എന്റെ 1ാമത്തെ ചോദ്യം, ആരാണ് ഇത് കണ്ടെത്തിയത്? ലളിതമായ ചോദ്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഇത് കണ്ടെത്തേണ്ട ഏത് ഏജൻസിയാണ് പിണറായി വിജയന് ഈ പട്ടം കൊടുത്തത്? നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ലോകത്ത് ഏത് ഏജൻസിയാണ്? സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കണം, ഗുണഭോക്താക്കളെ കണ്ടെത്താൻ അവർ സ്വതന്ത്രമായി സർവേ നടത്തി. അതിന് പ്രശ്നമുണ്ടോ? ഇത് സർവേ നടത്തിയാലോ ജനങ്ങൾക്ക് ഗുണപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താലോ ഒരു പ്രശ്നവുമില്ല, നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷേ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. ഇത് സത്യസന്ധമല്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾക്ക് തന്നെ അറിയാം. LDF-ന്റെ മാനിഫെസ്റ്റോയിൽ ക്വസ്റ്റ്യൻ ഇതാണ്. നിജേഷ്, ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുതല്ലോ, നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇതിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തപ്പോൾ അത് സമഗ്രമായിരുന്നില്ല, അല്ലെങ്കിൽ മുൻഗണനാക്രമം മാറിപ്പോയി, അതാണോ നിങ്ങളുടെ പ്രശ്നം? അതല്ല, കേരളത്തിലെ അതീവ ദരിദ്രരുടെ നിർമ്മാർജ്ജനം സാധ്യമായിട്ടില്ല, അത് ഭാഗികമായേ സാധ്യമായിട്ടുള്ളൂ, അതാണോ നിങ്ങളുടെ പ്രശ്നം? വ്യക്തമായി പറയും. വളരെ വ്യക്തം. നീതി ആയോഗിന്റെ കണക്കിലും LDF അത് എടുത്തു വെച്ച കണക്കിലും 4,60,000-ലധികം ആളുകൾ പരമദരിദ്രർ, അതീവ ദരിദ്രർ ഉണ്ടായിരുന്നു. അവർ 60,000-ലേക്ക് 67,000-ലേക്ക് എത്തിയ വഴികൾ എന്താണ്? സ്ട്രാറ്റജി എന്താണ്? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ഇത്രയേറെ ആളുകളെ മാറ്റിയത്? ഗ്രാമസഭയ്ക്കകത്ത് ലിസ്റ്റ് വായിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നു. സജീഷിന്റെ പേരാമ്പ്രയിൽ ഇപ്പോഴും 50-ലധികം ആളുകളെങ്കിലും അതീവ ദരിദ്രരുടെ കിറ്റ് വാങ്ങുന്നുണ്ട്. തൊട്ടടുത്ത പഞ്ചായത്തുകളെ, എന്റെ ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിലെ ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ മിക്ക പഞ്ചായത്തുകളും അതിദരിദ്രരുടെ കിറ്റ് ഇന്നും സ്റ്റിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കോഴിക്കോട് പട്ടണത്തിനകത്ത് അജീംസും ഞാനും വൈകുന്നേരം പറയി കഴിഞ്ഞാൽ 100 കണക്കിന് ആളുകളെ നമുക്ക് കാണാം തെരുവോരങ്ങളിൽ കിടക്കുന്ന. അവരൊക്കെ ഈ നാട്ടുകാർ തന്നെയാണ്, അവർക്ക് വീടില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ പട്ടികയ്ക്കകത്ത് കേരളത്തിലെ മുഴുവൻ പട്ടണങ്ങളിലും തെരുവോരങ്ങളിൽ കിടക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ ഇത് അതീവ ദരിദ്രർ ഇല്ലാത്ത നാടാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ? ആരാണ് ആ പ്രഖ്യാപനം നടത്തിയത് എന്ന ചോദ്യമാണ്. ഇതൊരു സിനിമാ നടന്മാരെ വെച്ച് 1 കോടി രൂപ ചെലവഴിച്ച് ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിലെ യാഥാർത്ഥ്യം, അജിംസ് പറഞ്ഞ വാക്കെടുത്തിട്ട് ജനങ്ങൾക്ക് ആ യാഥാർത്ഥ്യം അറിയണം. നമ്മുടെ ചുറ്റുപാടും അതീവ ദരിദ്രർ ഉള്ളപ്പോൾ, തൊഴിലില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, ഷെൽട്ടർ ഇല്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുമ്പോൾ 1.5 ലക്ഷത്തിലധികം ആശ്രയ കാർഡുള്ള ആളുകൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് അതീവ ദരിദ്രർ ഇല്ലാതാകുമോ എന്ന ലളിതമായ ചോദ്യമാണ് ചോദിച്ചത്. അതിന് 20 മിനിറ്റ് മറുപടി വേണ്ട. ഈ പട്ടികയ്ക്ക് അപ്പുറത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് പറഞ്ഞ പോലെ ഉത്തരം മുട്ടുന്ന സമയത്ത് കൊഞ്ഞനം കുത്തിയതുകൊണ്ട് കാര്യമില്ലല്ലോ. UDF പത്രം അതില്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്ത് 2ാമത്തെ സംസ്ഥാനമായിട്ടും ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ടും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് വളരെ കൃത്യമായ ഏജൻസിയുടെ പിൻബലം വേണം. അല്ലാതെ കിലയിൽ 4 ലക്ഷം ആളുകൾക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്, കുടുംബശ്രീക്കാർക്ക്, ഹരിതകർമ്മസേനയ്ക്ക്, പൊതുപ്രവർത്തകര് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്.
അവർ വീട് വീടാന്ന് കയറിക്കൊണ്ട് സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ പ്രകാരം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ അതീവ ദരിദ്രരില്ല. അതല്ല നമ്മൾക്ക് വേണ്ടത്. അതീവ ദരിദ്രരില്ല എന്ന് അവരെ ഏൽപ്പിക്കുന്ന സർവേയിലൂടെ കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ അതീവ ദരിദ്രർ ഇല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തുക്കുന്നത്. പ്രഖ്യാപനമല്ല നമ്മൾക്ക് വേണ്ടത്. ഈ പ്രഖ്യാപനം തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള PR വർക്കാണ്. അത് അംഗീകരിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ശ്രീമതി മേരി ജോർജ്, എൻ്റെ വാർഡിൽ, ഞാൻ താമസിക്കുന്ന വാർഡിൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽപ്പെട്ടവരുടെ ലിസ്റ്റ് ഞങ്ങളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ എനിക്ക് അയച്ചു തന്നിരുന്നു. അതിൽ 18 പേരുണ്ട്. അവരുടെ പേരല്ല, അവരെ എ എന്ന് ഉപയോഗിച്ചാൽ അതിൽ ഒന്നാമത്തെ ആളുടെ എയുടെ ആവശ്യം ഇതാണ്: കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല് എന്നിവ അടയ്ക്കാനുള്ള മാർഗം. ബിയുടെയും ആവശ്യം അത് തന്നെയാണ്. സിയുടെ ആവശ്യം ഒരു പെട്ടിപ്പീടികയാണ്, ഉപജീവന മാർഗം. 4-ാമത്തെ ആളുടെ ആവശ്യം ഒരു വീട് റിപ്പയറിംഗ് ആണ്. 5-ാമത്തെ ആളുടേത് ഉപജീവന മാർഗ്ഗമാണ്. 6-ാമത്തെ ആളുടേത് മരുന്നാണ്. 7-ാമത്തെ ആളുടേത് ബില്ലടയ്ക്കാനുള്ള മാർഗ്ഗമാണ്. വീട് റിപ്പയർ ആവശ്യപ്പെടുന്ന 8-ാമത്തെ ആൾ കിറ്റ് കിട്ടുന്നുണ്ട്. 9-ാമത്തെ ആൾ വീട് റിപ്പയർ ലഭിച്ചു, കിറ്റ് കിട്ടുന്നു. 10-ാമത്തെ ആൾ വീട് റിപ്പയർ വേണം, മരുന്ന്, വീൽചെയർ എന്നിവ വേണം. ഇതാണ് അതീവ ദരിദ്രരുടെ ആവശ്യമായി ഗുണഭോക്താക്കൾ സർക്കാരിന് മുമ്പിൽ വെച്ച കാര്യം. സർക്കാർ അതാണ് നിവർത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ ഇപ്പോൾ വീൽ ചെയർ വേണം ഒരാൾക്ക് എന്ന് പറയുമ്പോൾ അയാൾ മറ്റ് കാര്യങ്ങൾ അയാൾ നടക്കുന്നുണ്ടാകാം. സർക്കാരിൻ്റെ കിറ്റ് കിട്ടുന്നുണ്ടാകാം, സൗജന്യ ധാന്യങ്ങൾ കിട്ടുന്നുണ്ടാകാം. അയാളുടെ ആവശ്യം ഒരു വീൽ ചെയർ ആയിരിക്കും. ചിലപ്പോൾ ആ വീൽ ചെയർ വഴി അയാൾക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് അയാൾക്ക് ഉപജീവനം നേടാൻ കഴിഞ്ഞിരിക്കാം. അവിടെ നമ്മൾ ആദിവാസികളുടെ പരമ്പരാഗതമായ എക്സ്ട്രീം പോവർട്ടിയെ കൂട്ടി വായിക്കണമോ? അതായത് ഈ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കേണ്ടത് ഒരു ആദിവാസി പ്രൊജക്റ്റ് ആയിട്ടായിരുന്നു എന്നാണോ നിങ്ങളുടെ വാദം? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആദിവാസികളെ പുറന്തള്ളരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം എൻ്റെ ഡിസ്ട്രിക്റ്റാണ് വയനാട്. അവിടുത്തെ ആദിവാസികളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ടറിയാവുന്ന ഒരു വനിതയാണ് ഞാൻ. അതുകൊണ്ടാണ് അവരുടെ ഊരുകളിലൂടെ പോയി സർവേ നടത്തി അവരുടെ അതിദരിദ്രരെ കണ്ടുപിടിച്ചില്ല എന്നുള്ളത് ഈ പറയപ്പെട്ട പ്രഖ്യാപനത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു കണ്ടെത്തലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സജീഷ് ഒരുപാട് സമയമെടുത്ത് പറഞ്ഞല്ലോ. ഇന്നത്തെ കാര്യം തന്നെ പറയാം. ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്നത്തെ മീറ്റിങ്ങിന് ഈ അനൗൺസ്മെൻറ്റ് നടത്തുന്ന അതായത് പിന്നെ എന്താ പറയുക, നവയുഗം എന്നാണ് മുഖ്യമന്ത്രി ഇതിന് പറയുന്നത്. ഈ നവയുഗത്തിലേക്ക് കടക്കുന്ന കാര്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി 60,000 പേരെങ്കിലും ഇന്ന് സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കണമെന്ന് ആണ് മുഖ്യമന്ത്രി നേരത്തെ കൊടുത്തത്. അതായത് ഒഴിഞ്ഞ സ്റ്റേഡിയം പാടില്ല. അപ്പോൾ എന്താണ്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്യാപ്റ്റീവ് ഓഡിയൻസിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ തൊട്ട് അങ്ങനെ എത്രയൊക്കെ പേര് ഗവൺമെൻറ് പറഞ്ഞാൽ അനുസരിക്കത്തക്ക രീതിയിൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും, ഇപ്പോൾ കുടുംബശ്രീക്കാർ വരും. കാരണം എന്താണ്, അവർക്ക് പിന്നെ ADSന് 1000 രൂപ വീതം പ്രവർത്തന ഗ്രാൻഡായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 35 വയസ്സ് മുതൽ 50-60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം ഗ്രാൻഡ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൊടുക്കില്ലയോ എന്നുള്ളതല്ല അടുത്ത ഭരണം പിടിച്ച് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ പ്രഖ്യാപനത്തിലൊക്കെ ഉള്ളത് എന്താണ്, ഇവർക്കൊക്കെ അവരിലൊക്കെ കണ്ണുവച്ചിരിക്കുകയാണ്. അവരുടെയൊക്കെ വോട്ട് സ്വന്തമാക്കുക, അങ്ങനെ വീണ്ടും 3ാം ഭരണത്തിലേക്ക് വരിക. അതാണ് ഈ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് സ്റ്റേഡിയത്തിൽ 60,000 പേര് വന്ന് പ്രഖ്യാപനം ഒരു ധൂർത്തായിരുന്നു എന്ന ആക്ഷേപം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്റെ ചോദ്യം ഈ ഗുണഭോക്താക്കളിൽ തന്നെയാണ്. നോക്കൂ, ഇപ്പൊ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുകയാണ്, എക്സ്ട്രീം പോവർട്ടി ഇല്ലാതാക്കണം. അപ്പോൾ അതിൽ ഏറ്റവും മോശം ജീവിത സാഹചര്യത്തിലൂടെ പോകുന്ന ആദിവാസികളാണെന്ന് എല്ലാവർക്കും അറിയാം, അത് സർക്കാരിനും അറിയാം. ഇപ്പോൾ വയനാട് ജില്ലയെ ദാരിദ്ര്യമുക്താക്കി 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച മന്ത്രി കേളു, അത് വിടുക. ഇപ്പോൾ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൽ ഏറ്റവും എക്സ്ട്രീം പോവർട്ടിയിൽ മാത്രമായി ഫോക്കസ് ചെയ്ത് നടപ്പാക്കിയാൽ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി കൂടിയാണല്ലോ ഭരിക്കുന്നത്. അവർക്ക് വോട്ട് തന്നെയാണല്ലോ ആവശ്യം. അപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമോ, വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലകളിൽ മാത്രം ഈ പദ്ധതി നടപ്പാക്കിയാൽ സർക്കാർ വിചാരിക്കുന്ന ഒരു റിട്ടേൺ അതിന് കിട്ടുന്നില്ല, ഫീഡ്ബാക്ക് കിട്ടില്ല, വോട്ട് കിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അതിനൊന്ന് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എല്ലാ ജില്ലകളിലും, എല്ലാ സമൂഹങ്ങളിലും. സംവരണേതര സമൂഹങ്ങളിൽ അതിദരിദ്രരുണ്ടോ എന്ന് നോക്കുന്നു. അതിനെന്താണ് തെറ്റ്? ഇല്ല, അതിൽ തെറ്റില്ല ജിംസെ, അതിൽ തീർച്ചയായിട്ടും വേണമായിരുന്നു. അതോടൊപ്പം ഈ ആദിവാസി മേഖലകളെ കൂടി ഉൾപ്പെടുത്തി
അവരിൽ അതിദരിദ്രരെ കണ്ടെത്തി അവരെ സംരക്ഷിക്കണമായിരുന്നു, അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കയറ്റണമായിരുന്നു. അത് ചെയ്യാതെ നടത്തിയ പ്രഖ്യാപനത്തോടാണ് എനിക്ക് പരിഭവമുള്ളത്. അതാണ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഏറ്റവും അർഹതയുള്ളവരെ തഴഞ്ഞു നിർത്തിയിട്ട് അതിനേക്കാൾ സാധ്യതകൾ ഉള്ളവരെ ഈ ഗണത്തിൽപ്പെടുത്തി ഞങ്ങൾ പരിരക്ഷിച്ചു എന്ന് പറയുന്നതിലുള്ള ആ അപകടം, അത് കൊടുക്കുന്ന തെറ്റായ ഒരു എന്താ പറയുക ഒരു ഇമേജ് ഗവൺമെൻറ്റിന് തന്നെ തീർച്ചയായിട്ടും അതൊരു തെറ്റായ ഇമേജാണ് കൊടുക്കുക. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ദൂർത്ത് നടത്തിയെന്നുള്ളതല്ല എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് അത് പൂർണ്ണമായും സത്യമാണ്, സത്യവിരുദ്ധമല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയണമായിരുന്നു. അങ്ങനെ കഴിയണമായിരുന്നെങ്കിൽ ഈ പറയപ്പെട്ട വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ മാത്രമല്ല, നമ്മുടെ വെള്ളറട പോലെയുള്ള മേഖലകളിലൊക്കെ ധാരാളം ആദിവാസികളുണ്ട്. അങ്ങനെയുള്ള എല്ലായിടത്തും ഇപ്പോൾ നേരത്തെ താങ്കൾ മിനിസ്റ്റർ കേളുവിൻ്റെ കാര്യം പറഞ്ഞു. മിനിസ്റ്റർ കേളു ഒരു കുറിച്യനാണ്, അത് ആദിവാസികളിൽ പെട്ടതാണ്. പക്ഷേ ഹിന്ദുക്കളിൽ ബ്രാഹ്മിൺസിനെ പോലെയാണ് ആദിവാസികളിൽ കുറിച്യർ. അവരേറ്റവും ജന്മികളാണ്, ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ജന്മികളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, എല്ലാ തരത്തിലും ഏറ്റവും മുന്നാക്കക്കാരാണ് കുറിച്യർ എന്ന് പറഞ്ഞത്. ആ ഗണത്തിൽപ്പെട്ടതാണ് മിസ്റ്റർ കേളു. അപ്പോൾ അദ്ദേഹത്തിന് ഈ സാധാരണ ആദിവാസികളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും അറിയാൻ സാധ്യതയില്ല, അഥവാ അറിയാൻ ശ്രമിക്കുകയില്ല. അവരായി അവരുടെ പാടായി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളവരുടെ ഭൂരിഭാഗവും. അപ്പൊ അക്കൂട്ടത്തിൽ തന്നെ മിസ്റ്റർ കേളു പോയി കാണും. അല്ലെങ്കിൽ കേളുവിന് ധൈര്യമില്ല, ഈ തെറ്റാണ്, ഇതല്ല, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ആദിവാസി ഊരുകളിൽ നടത്തിയില്ല, അവരെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയാനുള്ള ധൈര്യം ഒരുപക്ഷെ കേളുവിനുണ്ടായിരുന്നിരിക്കില്ല. ഈ മിനിസ്ട്രിയിലുള്ളവർക്കും ആ ധൈര്യമില്ല. അതാണ് അവരിങ്ങനെ എല്ലാത്തിനും റാൻമൂളികളായിട്ട് നടക്കുന്നത്. മിസ്റ്റർ സജീഷ് വരെ ഗവൺമെൻറ്റിനെ വെറുതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംസാരിക്കുന്നത് ആ ധൈര്യമില്ലായ്മ കൊണ്ട് മാത്രമാണ്. അതായത് ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ നേതാവിനെ, ഡിക്റ്റേറ്ററിനെ പോലെ പെരുമാറുന്ന നേതാവിനെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അപ്പോഴാണ് ഡെമോക്രസി ശരിയായ ഡെമോക്രസിയായി മാറുന്നത്. മേരി ജോർജ്, എസ് കെ സജീഷ്, ഈ ഒരു ഭരണകൂടത്തോട് കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് അക്കാഡമിക്സ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഒരു ചോദ്യാവലി ഉന്നയിക്കുന്നു ഈ സംശയത്തെക്കുറിച്ച്. അപ്പോൾ അതുവരെ നിങ്ങൾ അവിടെ പോയി കിടക്കുകയായിരുന്നു എന്നല്ല ചോദിക്കുന്നത്. സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ഒരു ഓൺഗോയിങ് പ്രോജക്റ്റിൻ്റെ പ്രഖ്യാപനം, അതിൻ്റെ കൺക്ലൂഷനായിട്ട് പ്രഖ്യാപനം നടത്തുമ്പോൾ അക്കാഡമിക്സ്, സോഷ്യൽ വർക്കേഴ്സ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുന്നത് പോലും അസഹിഷ്ണുതയാണ്. ഇപ്പോൾ ഇന്ന് ബെന്യാമിനെ പോലെ ഒരു എഴുത്തുകാരൻ അവരെ ബഹിരാകാശത്തേക്ക് അയക്കണം, വാണത്തിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായ ഭാഷയിൽ ശകാരിക്കുന്നതും കണ്ടു. അതെന്തും ആവട്ടെ. പക്ഷേ വയനാട് ദാരിദ്ര്യമുക്തമായി എന്ന് വയനാട് ജില്ലക്കാരനായ OR കേളു പ്രഖ്യാപിക്കുമ്പോൾ അത് എത്രമാത്രം അപ്സേഡായിരിക്കും എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലേ സജീഷ്? ഞാനൊരു കാര്യം, അജൻസ്, എനിക്ക് കുറച്ച് സമയം മതി, പക്ഷേ ആ സമയത്ത് താങ്കൾ ഇടപെടാതെ ഇപ്പോൾ ശ്രീമതി മേരി ജോൺ ഇവിടെ സംസാരിച്ച ഒരു രീതി ഉണ്ടല്ലോ, കേളു മിനിസ്റ്ററുടെ ജാതിയും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അദ്ദേഹത്തിന് ഈ ആദിവാസികളുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റും. പിന്നെ ആർക്കാണ് ഈ ഇവർക്കാണോ നിങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് മര്യാദകേട് പറഞ്ഞാൽ കേൾക്കണമെന്നാണോ? അത് ശരിയല്ലല്ലോ ടീച്ചറെ. നിങ്ങൾക്ക് നാട്ടുകാരെ ഏത് രീതിയിലും വിമർശിക്കാമെന്നാണോ? നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ വിമർശിക്കാനൊന്നും പറ്റില്ല. അതിനൊരു മര്യാദയും മാന്യതയുണ്ട്. ഇവരൊക്കെ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് വളർന്നു വന്നവരാണ്. അതിൽ ഞാൻ താരതമ്യത്തിന് നിൽക്കുന്നില്ല. എന്നാൽ ടീച്ചർക്ക് അത് മോശമായിരിക്കുന്നുള്ളൂ ഞാൻ പറയുന്നില്ല. അതിനെ പറയട്ടെ, ഒരു കാര്യം, ഞാൻ ടീച്ചർ വല്ലാതെ അസ്വസ്ഥയാകേണ്ട, ടീച്ചർക്ക് അസ്വസ്ഥതയുണ്ടാകും. ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ചത്. ടീച്ചറുടെ വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ മുതലാളിത്ത വികസന കാഴ്ചപ്പാടാണ്. അതിൽ ഈ സാധാരണക്കാരന്റെ പ്രശ്നം വരുന്നില്ല. അത് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ കാഴ്ചപ്പാട്. ഈ രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും പെരുകുമ്പോൾ അതിൽ നിന്ന് അതിദാരിദ്ര്യത്തിൽ നിന്നൊരു മുക്തി കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ചിലക്ക് സഹിക്കില്ല. ടീച്ചർക്ക് എന്തെല്ലോ അറിയാവുന്ന രീതിയിൽ മേരി ജോർജ് അദ്ദേഹം പറഞ്ഞു തീർത്തോട്ടെ, മറുപടി കൊടുക്കാലോ. ക്രോണി ക്യാപിറ്റലിസം ടീച്ചർ എന്നെ പഠിപ്പിക്കണ്ട, മനസ്സിലായോ? അതിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഒരു കാര്യം, അതല്ല, ടീച്ചർക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ഞങ്ങളൊന്നും അറിയാത്തവരാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. ടീച്ചറുടെ സാമ്പത്തിക ശാസ്ത്രം വേറെയാണ്, ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം വേറെയാണ്.
ആ സാമ്പത്തിക ശാസ്ത്രത്തിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതാ പ്രശ്നം. ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കും, ടീച്ചർക്ക് അത് സഹിക്കില്ല. അത് കൈക്കൂലി പോലെ ടീച്ചർ കാണും. ഇവിടുത്തെ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ 35-നും 60-നും ഇടയ്ക്കുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്ന ഒരു പ്രശ്നം പോലെയാണ് ടീച്ചർ അവതരിപ്പിക്കുന്നത്. ഞങ്ങളത് കൊടുക്കും. അതെന്തിനാണ്? വോട്ടിന് വേണ്ടിയിട്ടല്ല. ഈ കേരളമാണ് രാജ്യത്തിന് മാതൃകയായി സ്ത്രീകൾക്ക്, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് സുരക്ഷിതമാകുന്ന ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്ന ഇന്ത്യയിലെ ഏക പ്രദേശമായി മാറ്റുന്നു. അത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. അതിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണമുണ്ട്. ഞങ്ങൾക്ക് വിവിധങ്ങളായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിലാണ് കുടുംബശ്രീ വന്നത്. ജനകീയ ആസൂത്രണം മറ്റൊരു കാഴ്ചപ്പാടാണ്. അതിലൂടെയാണ് പ്രാദേശിക വികസനം ഉണ്ടായത്. ഞങ്ങൾക്ക് അങ്ങനെ കാഴ്ചപ്പാടുണ്ട്. ഭൂമിയുടെ അവകാശമായിട്ട് 57 ഗവൺമെന്റ് ഭൂപരിഷ്കരണം നടപ്പിലാക്കി. സമ്പൂർണ്ണ വിദ്യാഭ്യാസ നിയമം വന്നു. അതിലൂടെയൊക്കെ കേരളം മാറിയിട്ടുണ്ട്. ഞാനത് ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ടീച്ചർക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല എന്ന് വേറെ കാര്യം. പക്ഷേ ഒരു കാര്യം, ഇവിടെ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ടീച്ചറോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയോ അതിൻ്റെ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഇവിടെ കിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കിറ്റ് വാങ്ങുന്ന ആളുകളുണ്ട്, പിന്നെ അല്ലെങ്കിൽ റേഷൻ അന്ത്യോദയ അന്നപൂർണയുടെ റേഷൻ ലഭിക്കുന്ന ആളുകൾ അവർ പിന്നെ 5,90,000 ഉണ്ട് എന്ന് പറയുകയാണ്. അതല്ല ഇതിൻ്റെ മാനദണ്ഡം. ഇപ്പോൾ ദരിദ്രനും അതിദരിദ്രവുമുള്ള 1-2 വ്യത്യാസം. ഇതിൻ്റെ ഒരു മാനദണ്ഡം, അടിസ്ഥാന മാനദണ്ഡം നേരത്തെ തയ്യാറാക്കിയിരുന്നല്ലോ. ആ മാനദണ്ഡ പ്രകാരം തന്നെയുള്ള കാര്യം ഞാൻ പറയാം. അത് പ്രസിദ്ധീകരിച്ച മാനദണ്ഡമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം മാത്രം ഞാൻ പറയാം. അതിൽ ഒന്ന്, ദരിദ്രർ സ്വന്തമായി സ്ഥലമുള്ള പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും ഓരോ വ്യക്തികൾക്കും ആപേക്ഷികമായ സ്ഥലമുള്ള ചെറിയ വീടുകളുള്ള കുടുംബം, അത് ദരിദ്രരിൽ പെടും. അതിദരിദ്രം എന്ന് പറയുമ്പോൾ വീടും സ്ഥലവും ഇല്ലാതെ തെരുവിൽ അലയുന്ന കുടുംബം. അന്ത്യോദയ അന്നപൂർണ പദ്ധതി, രണ്ടാമത്തത് അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്ന, തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ എടുക്കുന്നവരുള്ള അടിസ്ഥാന ജീവിത സാഹചര്യമുള്ള ഒരു കുടുംബം ദരിദ്രരാണ്. എന്നാൽ അതിദരിദ്രർ റേഷൻ കാർഡ് ഇല്ലാത്ത, ഭക്ഷ്യധാന്യം ലഭ്യമാകാത്ത, തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത കുടുംബം. എന്നാൽ ഇപ്പുറത്ത് ദരിദ്രർ എന്ന് പറയുന്നത് കിടപ്പ് രോഗികളുള്ള കുടുംബം. എന്നാൽ കുടുംബാംഗങ്ങൾ തൊഴിലെടുക്കുന്ന ദരിദ്ര കുടുംബം, ദരിദ്രല്ല പെടുക. കുടുംബത്തിലെ കിടപ്പ് രോഗിയെ പരിപാലിക്കുന്നത് മൂലം തൊഴിൽ ശേഷിയുള്ള അവശേഷിക്കുന്ന ആൾക്ക് പോലും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത വരുന്ന ഒരു ദരിദ്ര കുടുംബം, അതാണ് അതിദരിദ്രർ. വയോജനങ്ങളുള്ളൊരു ദരിദ്ര കുടുംബം. എന്നാൽ വയോജനങ്ങൾ മാത്രമുള്ള ആർക്കും തൊഴിലെടുക്കാൻ, അതായത് പ്രായമുള്ളവർ മാത്രം ഉള്ള ആർക്കും തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്തത് ദരിദ്ര കുടുംബം. അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വേണമെങ്കിൽ ഒന്ന് പറയാം. ഇവർ മാനദണ്ഡത്തിന്റെ ചോദിച്ചുകൊണ്ടാണ് ആഹാരത്തിൽ സ്വന്തം ദരിദ്രർ സ്വന്തമായോ തവണയാണ് വായിക്കുന്നത്. സതീശന്റെ ചോദ്യം, ഈ മാനദണ്ഡ പ്രകാരമുള്ള പട്ടികയിൽ എന്തുകൊണ്ട് ആദിവാസികൾ കൂടുതലായി വന്നില്ല എന്നാണ് ചോദ്യം. ഇതിന് ഏറ്റവും അർഹരായ, ഈ മാനദണ്ഡ പ്രകാരം അതിന് ഏറ്റവും അർഹരായ ആദിവാസികളാണ്. ആദിവാസികൾ മുഴുവൻ ദരിദ്രരല്ല, മുഴുവൻ ദരിദ്രരാണെന്നല്ല പറഞ്ഞേ. ഈ അതീവ ദരിദ്രരുടെ ജീവിതാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളാണ്. അതിൽ ഈ പട്ടികയിൽ 5% പോലും ഇല്ല എന്ന് മേരി ജോർജ് പറയുന്നു. ഇന്നലെ വന്ന പട്ടികജാതി ഉപദേശക സമിതി അംഗം പറയുന്നത് മൊത്തം പട്ടികവർഗം 25% ഉണ്ടെന്നുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗം. അപ്പോൾ ഈ ഏത് കണക്കാണ്? ഈ കണക്കാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നവരാണ് നിങ്ങൾ അപഹസിക്കുന്നത്. അല്ല, അതാ പ്രശ്നം. ടീച്ചറുടെ പ്രശ്നം എവിടെയാണെന്നറിയോ? നമ്മൾ ഇത് പറയുമ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ അതിദരിദ്രരാണോ? അതിദരിദ്രരുടെ മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞത്. അതാ നിങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ സമ്മതിക്കാത്തോ? അത് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന 3 ആൾ പറയുന്നതിലും പ്രശ്നം വരും. അതിദരിദ്രർ എന്ന മാനദണ്ഡത്തിൽ നിന്നാണ് അവരെ മോചിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കാത്തവർ എത്രയാളുണ്ട് ടീച്ചർ? ആ ഭക്ഷണം കഴിക്കാൻ, ഈ ഭക്ഷണം പോലും ഇല്ലാത്ത ആളുകളുടെ എണ്ണം എടുക്ക്. അങ്ങനെ എടുക്കും ഭക്ഷണം കഴിക്കാത്ത ആദിവാസികളുണ്ടോ? അവരുടെ പരിഹരിച്ചിട്ടില്ല. ആദിവാസി ജീവിതത്തെ കുറിച്ച് തീരെ അജ്ഞരല്ല ഇവിടെ ഇരിക്കുന്ന ആരും. ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആദിവാസി കുടുംബങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഒരു നേരത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ വളരെ കുറവായിരിക്കും. നിങ്ങൾ അതിന്റെ എണ്ണം എടുക്ക്. നിങ്ങൾ എന്റെ പണിയല്ല സതീഷ്, അത് സർക്കാരിന്റെ പണിയാണ്. ആ പണി നിങ്ങൾ ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. അത് സർക്കാരിന്റെ പണിയാണ്. അത് നിങ്ങൾ ചെയ്തോ? ആ പട്ടിക കൃത്യമാണോ? അത് ശുദ്ധമാണോ? സുതാര്യമായിട്ട് എടുത്തിട്ട് കൃത്യമാണ്. ഇതുവരെയുള്ള പട്ടിക കൃത്യമാണ്. മാത്രവുമല്ല, ഇതിലാദ്യം ഒരു മുനിസിപ്പാലിറ്റിയിലും 2 പഞ്ചായത്തിലും പൈലറ്റ് സ്റ്റഡി നടത്തിയിട്ടാണല്ലോ ഈ അതിദാരിദ്ര്യം ആദ്യം മുക്തമാക്കുന്ന പ്രവർത്തനം 3 സ്ഥലത്താണല്ലോ ആദ്യം അവസാനിപ്പിച്ചത്. അതിൽ ഒരു വയനാട്ടിലുള്ള ഈ ആദിവാസി തിരുനെല്ലി പഞ്ചായത്താണല്ലോ ഒന്ന് വന്നിട്ടുള്ളത്. അതിൽ പരിശോധന നടത്തിയിട്ടാണല്ലോ. അവിടെ ഞാനീ പറഞ്ഞ, അതായത് ഈ വീടിന്റെ സൗകര്യമില്ലാതെ അലഞ്ഞു തിരിയുന്ന, ഭക്ഷണത്തിന് ഒരു ശേഷിയുമില്ലാത്ത ആളുകളെ മുഴുവൻ മോചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്ന
ലോകത്തും ഇന്ത്യയിലും നിലനിൽക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ആ ശരി. പ്രശ്നത്തെ കൂടി മോചിപ്പിക്കേണ്ടതുണ്ട്. സജീഷ് അതിൽ വ്യക്തമാണ്. ഞങ്ങൾക്ക് അഭിപ്രായ സജീഷ് വ്യത്യാസമില്ല. വ്യക്തമാണ്. അതെങ്ങനെയാണ്? സമയം തീരാറായി. അതിനാണ് ഒരു നവകേരള നിജേഷ് ലക്ഷ്യം അരവിന്ദ്. ഞങ്ങൾ ഇവിടെ വെക്കുന്നത്. സജീഷ് പറയുന്ന ഒരു കാര്യം, ആ ദരിദ്രരെയല്ല, നവകേരള ലക്ഷ്യത്തിൽ ദരിദ്രരിലെ എല്ലാ അതീവ കുടുംബങ്ങളെയും ദരിദ്രരെ ചൂസ് ലോകത്തുള്ള ഒരു ചെയ്താണ്. അതിന് സംസ്ഥാന സർക്കാരിന് അതിൻ്റെതായ മാനദണ്ഡം. നിജേഷ്, ആ മാനദണ്ഡമാണ് പ്രയോഗിച്ചത്. ആ മാനദണ്ഡം ചിലപ്പോൾ നീതി ആയോഗിന്റെ മാനദണ്ഡം ആവണമെന്നില്ല, യുഎന്നിന്റെ മാനദണ്ഡമാവണമെന്നില്ല. സർക്കാരിന് ഒരു മാനദണ്ഡമുണ്ട്, പ്രസിദ്ധപ്പെടുത്തിയ മാനദണ്ഡമാണ് എന്ന് സജീഷ് പറയുന്നു. ഒരു സർക്കാർ അങ്ങനെയല്ലേ പ്രവർത്തിക്കുക നിജേഷ്? എല്ലാ സർക്കാരിനും അവരുടേതായ നയവും പോളിസിയും മാനദണ്ഡങ്ങളും ഉണ്ടാവില്ലേ? 2021 ജൂലൈ 16 മറുപടി പറയും. അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മാനദണ്ഡങ്ങൾ വന്നിട്ടുള്ളത്. ശരി നിജേഷ്, മറുപടി. ചോദിക്കണേ. നിജേഷ് കേട്ടോ? നിജേഷ് കേൾക്കാമോ? നിജേഷ് എന്തോ പ്രശ്നമുണ്ട്. ശ്രീ മേരി ജോർജ്, ഒരു സർക്കാർ ഒരു പ്രൊജക്ട് നടപ്പാക്കുമ്പോൾ അവർക്ക് അവരുടേതായ മാനദണ്ഡം ഉണ്ടാവും. ആ മാനദണ്ഡം നീതി ആയോഗിൻ്റെയും യുഎന്നിൻ്റെയും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാവണമെന്നില്ല. ഒരു ജനകീയ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ പലതരം ഘടകങ്ങളും പരിശോധിക്കേണ്ടി വരും. അങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ കഴിയുക? മേരി ജോർജ്. അജിംസെ, അതായത് നീതി ആയോഗിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലെയുമോ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു നിർബന്ധവുമില്ല. പക്ഷേ ചെയ്യുന്നത് കൃത്യതയോടെയും സത്യസന്ധതയോടെയും വേണം. ഒരു ജനത്തെ, അതായത് ഏറ്റവും അർഹതപ്പെട്ടവരെ ഇരുട്ടിലാക്കി തള്ളി നീക്കി അല്ലാതെയുള്ളവരെ മാത്രം കൂട്ടിച്ചേർത്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഈ പറഞ്ഞതൊക്കെ ജിമ്മിക്സ് ആണ്. സജീഷ് അവിടെ വായിച്ചതൊക്കെ ഇതൊക്കെ പത്രങ്ങളിലൊക്കെ 3 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്ലാനിംഗ് ബോർഡിന്റെ വെബ്സൈറ്റിലായിരുന്നു. അങ്ങനെയുള്ള ആ ചോദ്യമാണ് സജീഷ് പ്രശ്നം. ആ പണി സർക്കാരിന്റേതാണ്. അത് മേരി ജോർജിന്റെയോ എസ് കെ സജീഷിന്റെയോ നിജേഷ് അരവിന്ദിന്റെയോ എസ് എ അജീഷിന്റെയോ അല്ല. അത് കണ്ടുപിടിക്കേണ്ട സർക്കാരാണ്. പക്ഷെ നമുക്ക് മുമ്പിലുള്ള യാഥാർത്ഥ്യം ആദിവാസികളിൽ ഒന്നിലധികം നേരം ഭക്ഷണം കഴിക്കാത്തവരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മാധ്യമങ്ങൾ തന്നെ പലവട്ടം മുന്നിൽ വെച്ചതാണ്. അപ്പോ ഈ ചോദ്യത്തിന് മറുപടിയാണ് ചോദിക്കുന്നത്. അതിനാ ചോദ്യം ഉയർന്നവരെ അപഹസിച്ചിട്ട് കാര്യമില്ല എന്നെ ഓർമ്മിപ്പിക്കാം. നന്ദി. ശരി, നന്ദി മേരി ജോർജ്, എസ് കെ സജീഷ്, നിജേഷ് അരവിന്ദ് ഇത്രയും സംസാരിച്ചു.